സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയെ തുടർന്ന് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വിവിധ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ നാളേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇനി പറയുന്ന ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്: പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, കോട്ടയം, ഇടുക്കി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. മേൽപ്പറഞ്ഞ ജില്ലകളിലെ സ്കൂളുകൾ, കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കില്ല. ഈ തീരുമാനം കാലാവസ്ഥാ മുന്നറിയിപ്പുകളും നിലവിലെ മഴയുടെ തീവ്രതയും വിലയിരുത്തിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പരീക്ഷകൾക്കും പൊതുപരീക്ഷകൾക്കും മാറ്റമില്ല എന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരീക്ഷാ സംബന്ധമായ ഔദ്യോഗിക അറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ പല ജില്ലകളിലും മഴ ശക്തമായി തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടും മലമ്പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നദികൾ, തോടുകൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയുടെ സമീപത്ത് പോകാതിരിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് തുടരുകയാണ്. രക്ഷിതാക്കൾ ഔദ്യോഗിക ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാതിരിക്കുക. മഴയുടെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ ജില്ലകളിൽ അറിയിപ്പുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക അപ്ഡേറ്റുകൾ തുടർന്നും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.